നമസ്കാരം. തിരുവനന്തപുരം നഗരം ഒരു 10 വർഷത്തിന് പിന്നിലേക്ക് പോയി. വികസനത്തിന്റെ കാര്യത്തിലല്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം തമ്പാനൂരുള്ള ഒരു ഹോട്ടൽ ഉടമയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സംസാര മധ്യേ അദ്ദേഹം പങ്കുവച്ചൊരു കാര്യമുണ്ട്. 10 വർഷം മുൻപുള്ള സ്ഥിതിയിലേക്ക് തിരുവനന്തപുരം നഗരം എത്തി. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? പറയാം എന്നും പറഞ്ഞ് കുറച്ചു നേരം അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എന്താണെന്നറിയോ, ഇപ്പോൾ 2 ദിവസമല്ല, കഴിഞ്ഞ ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയം മുതൽ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക ഹോട്ടലുകളും, ഒട്ടുമിക്ക 99% ഹോട്ടലുകളും ഫുള്ള്. 10 വർഷം മുമ്പ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അതിനു മുൻപ് അങ്ങനെ എപ്പോഴും ഒരു UDF ഭരണകാലത്ത് തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലുകളും ഒക്കെ സജീവമാണ്. കാരണം ഹോട്ടലുകൾ മാത്രമല്ല, ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടം കൂടുന്നു. ബസ്സുകളിലൊക്കെ എന്നാലും ബസ്സുകളിലൊക്കെ യാത്രക്കാരൊക്കെ കൂടുകയും, അതുപോലെ തിരുവനന്തപുരം നഗരമൊക്കെ അങ്ങ് സജീവമായിരിക്കും. ഈ കാസർഗോഡ് മുതലുള്ള പല ആളുകളും പല കാര്യങ്ങളും സാധിക്കാനായി എത്തുന്നത് ഇവിടെ തിരുവനന്തപുരത്താണല്ലോ. അപ്പോൾ ഒരു കാര്യം സാധിക്കണമെങ്കിൽ, പണ്ടില്ല സിനിമയിൽ പറഞ്ഞ പോലെ, ഞാൻ വനിതാ മെമ്പറേയും കൂട്ടി MLA അടുത്ത് പോയി, തിരുവനന്തപുരത്ത് പോയി എന്നൊക്കെ നമ്മൾ ഹാസ്യമായിട്ട് പറയുന്ന ഡയലോഗുകളുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അവിടുന്ന് ആരുടെയെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ അവിടുന്ന് ഒരു 3-4 പേര് എങ്ങനായാലും ഇവിടെ തിരുവനന്തപുരത്ത് വരും. അവർ വരുമ്പോൾ വന്നതിൻ്റെ അന്നൊന്നും തിരിച്ചു പോകത്തില്ലല്ലോ, പലരും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് ഹോട്ടലുകളിൽ റൂം എടുക്കും, അവിടെ താമസിക്കും. പിറ്റേ ദിവസം രാവിലെ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ മന്ത്രിമാരുടെ ഓഫീസുകളിലും അതൊക്കെ വീടുകളിലൊക്കെ കയറി അവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ സാധിച്ച്, പിന്നെ ഇവിടെ കറങ്ങാനോ വല്ലതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ നടത്തി എങ്ങനെയായാലും ഒരു 2-3 ദിവസം ഇവിടെ നിന്നിട്ടേ അവർക്ക് മടങ്ങിപ്പോകത്തുള്ളൂ. അത് ഈ UDFൻ്റെ ഭരണകാലത്ത് ഉള്ള ഒരു സ്ഥിരം കാഴ്ചയാണ്, നഗരക്കാഴ്ചയാണ്. അത് ഈ ഹോട്ടലുകാർക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ പെരുത്ത സന്തോഷമാണ് ഈ UDF ഭരണം. കാരണം അവരുടെ ബിസിനസ്സുകൾ വർദ്ധിക്കുന്നു, കമ്പോളത്തിൽ പൈസ വരുന്നു. അതൊരു വലിയ ഘടകമല്ലേ. ഇന്നലെ ആ ഹോട്ടൽ ഉടമ പറഞ്ഞത്, റൂമുകളെല്ലാം ഫുള്ള്, ഫുഡ് നേരത്തെ വെക്കുന്നതിനേക്കാളും കൂടുതൽ വെക്കുന്നു. പക്ഷെ അവിടെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഷോർട്ടേജ് ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും വെക്കാൻ പറ്റത്തില്ല. എങ്കിലും നേരത്തെ ഒരു മാസം മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ അല്ല ഇപ്പം. അതിലൊക്കെ കൂടുതൽ ഫുഡൊക്കെ ചിലവും. അതുപോലെ തന്നെ ബാറിലും ബിസിനസ് വർദ്ധിക്കുന്നു. ഇവരൊക്കെ സന്തോഷം പങ്കുവെക്കുന്നത് രാത്രി ബാറിലല്ലേ ഈ വരുന്നവരൊക്കെ. അപ്പം അങ്ങനെ ഹോട്ടലുകളിൽ കച്ചവടം വർദ്ധിച്ചു. ഹോട്ടലുകളിൽ റൂമുകളെല്ലാം പോകുന്നു, എല്ലാം ഫുള്ളാവുന്നു. ഹോട്ടൽ ഭക്ഷണങ്ങൾ അധികമായി ചിലവാകുന്നു. എല്ലാം കൊണ്ടും ജഗപുകയാണ് തിരുവനന്തപുരം നഗരം. ഒരു 10 വർഷം മുൻപ് എങ്ങനെയായിരുന്നോ അതിലും കൂടുതലായി ഇപ്പോൾ. നമുക്ക് അറിയാം, എല്ലാം രാവിലെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സെക്രട്ടറിയുടെ മുന്നിലൊക്കെ ഈ ഖദർദാരികളെയും കൊണ്ട് അവരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. ഏത് ഹോട്ടലിൽ ചെന്നാലും ഈ ഖദർദാരികളാണ് അവിടെ താമസിക്കുന്നത്. ബാറിൽ ചെന്നാലും, ഞാൻ പോയില്ല, പറഞ്ഞേ കേട്ടത്, അവിടെയും സജീവമാണ്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം നഗരം സജീവമായി.